പെരിയ ഇരട്ട കൊലപാതക കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം. കേസിൽ 10 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടിയിൽ തുടരന്വേഷണം ആവശ്യപ്പെടാനാണ് ആലോചന. വിധി വന്നതിനുശേഷം നിയമവൃത്തങ്ങളോടും കോൺഗ്രസ് നേതൃത്വത്തോടും ആലോചിച്ചായിരിക്കും തീരുമാനം. സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയവർ പലരും പുറത്താണ്. ഇവർ കൂടി ശിക്ഷിക്കപ്പെടണമെന്നാണ് ആവശ്യമെന്നും കുടുംബം ന്യൂസ് 18നോട് പറഞ്ഞു. കല്യോട്ടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മോടൊപ്പം ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം തന്നെ ചേരുന്നുണ്ട്. എന്തായാലും 3-ാം തീയതിയാണ് ആ വിധി. 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിധി വരുമ്പോൾ കുടുംബത്തിന് എന്തൊക്കെ പറയാനുണ്ട്, നമുക്ക് അത് തന്നെ അവരോട് ചോദിക്കാം. ആദ്യം ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ 3-ാം തീയതിയാണ് വിധി. 10 പേരെ വെറുതെ വിട്ടിരിക്കുന്നു, 14 പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് നമ്മൾ ഇപ്പോൾ ആ വിധി പ്രതീക്ഷിക്കുന്നത്? വിധിയിൽ പ്രതീക്ഷ എന്ന് വെച്ചാൽ 14 പേരെ കണ്ടെത്തിയതിൽ വളരെയധികം സംതൃപ്തിയുണ്ട്. കാരണം അത് ഈ CPM എന്ന പാർട്ടിയും അതുപോലെ സർക്കാരിനോടും നമ്മളെ ഫൈറ്റ് ചെയ്യാണല്ലോ ഇത്രയെങ്കിലും ഇവിടം വരെ എത്തിച്ചത്. അതിലൊരു തൃപ്തിയുണ്ട്. പക്ഷെ അവർക്ക് തക്കതായ ശിക്ഷ, അതായത് അവർ ചെയ്ത കൃത്യത്തിന് തക്കതായ ഒരു ശിക്ഷ കോടതി നൽകുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മൾക്ക് ഇപ്പോഴും ഉണ്ട്. വിധി വന്നതിന് ശേഷം, വിധി പകർപ്പ് പരിശോധിച്ചതിന് ശേഷം എവിടെയാണെന്ന് ഈ 10 പേർ രക്ഷപ്പെടാനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ട് എന്തുകൊണ്ട് നമ്മൾ കൊടുത്ത തെളിവുകളുടെ അഭാവമാണോ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ വകുപ്പ് ചേർക്കലോ മറ്റുള്ള കാര്യങ്ങളിൽ സീരിയസ് ഇല്ലായ്മയാണോ, അതോ എന്തോ മറ്റു കോടതിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം നമ്മൾ ഈ വിധിപ്പകർപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടിയാൽ പാളിച്ചകൾ തിരുത്തിയും കൊണ്ട് വീണ്ടും ഇവരെ ഈ കുറ്റങ്ങൾ ചെയ്തവരെ പുറത്തു നിർത്താനാവാത്ത വിധത്തിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷ പോലെ തന്നെ ഇവരെയും ജയിലിലേക്ക് പോകാനുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അത് ഈ വിധി വന്നതിന് ശേഷം കൃത്യമായി ഞങ്ങൾ അത് മുമ്പോട്ട് പോവുകയും ചെയ്യും. നല്ല വിശ്വാസമുണ്ട്, നല്ല ആശ്വാസം ഉണ്ട്. 14 പേരെ ശിക്ഷിക്കുന്നതിൽ അതിൽ 10 പേരെ പുറത്ത് വിട്ടതിൽ ഒരുപാട് നിരാശയാണ്. അപ്പോൾ അവരെ എത്രയും വേഗം അവരെയും കൂടെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം എന്നാണ് ആഗ്രഹമാണുള്ളത്. ശരത് ലാലിന്റെ സഹോദരി അമൃത, നമുക്കറിയാം ഈ നിയമ പോരാട്ടങ്ങളിലൊക്കെ അമൃതയും ഉറ്റുനോക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ CBI കോടതിയിൽ വിധി കേൾക്കാൻ അമൃതയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ 10 പ്രതികൾ പുറത്തു പോയതിന്റെ സങ്കടമുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് അറിയില്ല. കാരണം അവർക്കെതിരെ നല്ല കൃത്യമായ രീതിയിൽ എവിഡൻസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. എവിടെയാണോ പാളിച്ച പറ്റിയെന്ന് അറിയില്ല. പുനരന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അത് 3-ാം തീയതി വിധി വന്നതിന് ശേഷമാണ്. ഇനിയിപ്പോ ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ ഈ ഒരു കുറ്റം വീണ്ടും ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 2 സഹോദരങ്ങൾ അവര് പോയി. എന്നാലും അവരെ പോലെ ഇനി ഒരാൾക്കാർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി ഈ 10 പ്രതികളും ഇനി പുറത്തിറങ്ങാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. കൃപേഷിന്റെ അമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. 14 പേര് ഇപ്പം 10 പേരെ വെറുതെ വിട്ടു. എന്നാലും അവരെയും കൂടി ഇതിൽ പെടുത്തണം. എന്നാലേ നമുക്ക് സമാധാനമാവും, സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റും, നമ്മളെ മക്കൾക്ക് നീതി കിട്ടും. അവർ പ്രതീക്ഷയുണ്ട്. പുറത്തെ ആൾക്കാരുണ്ടാവും, കൂടുതൽ അന്വേഷിച്ചിട്ട് കണ്ടെത്തണം എന്നില്ല പ്രാർത്ഥനയുണ്ട്. 14 പ്രതികൾക്ക് കാര്യമായി വധശിക്ഷ തന്നെ കിട്ടണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുപോലെ ഈ 10 പ്രതികളെ വിട്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്തുകൊണ്ട് ഈ പുറത്തു പോയതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മളെ പാർട്ടിയായിട്ടും വക്കീൽമാരുമായിട്ട് അന്വേഷിച്ച് ആലോചിച്ച് വിധിന് ശേഷം അതിന് മുമ്പോട്ട് പോകാമെന്നില്ല ഇതിലാണ് നമ്മൾ കുടുംബം നിൽക്കുന്നത്. എന്തായാലും 3-ാം തീയതി ഈ വിധി വളരെ നിർണായകമാണ്. ആ വിധി വന്നതിന് ശേഷം ഇതിൽ കുറ്റക്കാർ അവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുന്നു അതനുസരിച്ച് കുടുംബം നിയമ പോരാട്ടത്തിന് ഇറങ്ങും എന്ന് തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അത് പുനരന്വേഷണമോ അതല്ല തുടരന്വേഷണമോ അത്തരം കാര്യങ്ങളിലൊക്കെ കുടുംബം കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരിയ കല്യോട്ടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും സ്മൃതി മണ്ഡപത്തിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. അതാണ് അവരുടെ ആവശ്യം. എന്തായാലും പെരിയ ഇരട്ട കൊലപാതക കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് 2 പേരുടെയും കുടുംബം പറയുന്നത്. 10 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടിയിൽ തുടരന്വേഷണം ആവശ്യപ്പെടാനാണ് ഇപ്പോൾ കുടുംബം ആലോചിക്കുന്നത്. വിധി വന്നതിന് ശേഷം നിയമവൃത്തങ്ങളോടും കോൺഗ്രസ് നേതൃത്വത്തോടും ആലോചിച്ചായിരിക്കും ഇനിയുള്ള തീരുമാനം. സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയവർ പലരും പുറത്താണ് എന്ന് പറയുന്നു. ഇവർ കൂടി ശിക്ഷിക്കപ്പെടണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം.